23:34 വായിക്കാം. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. വലതുകരമരുത് വീശിക്കൊണ്ടെന്ന് പറഞ്ഞ പിതാവ്, എന്നെ കുരിശിൽ തറച്ചു കൊല്ലുന്നവരെ വെറുക്കാൻ, ഇവരൊന്നും നന്നാവുകയില്ല എന്ന് മനസ്സിൽ ചിന്തിക്കാൻ ഈശോയ്ക്ക് അവകാശമില്ലേ? വെറുക്കാനുള്ള അവകാശം. കുരിശിൽ കിടന്ന് അത് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഈശോ പറഞ്ഞത്. അവരെ അനുഗ്രഹിക്കുകയാണ്. ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാല് ഇവരെ കർത്താവെ അനുഗ്രഹിക്കണമേ, ഇവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് തന്നെ പീഡിപ്പിച്ചവരെ, തന്റെ മുഖത്തു തുപ്പിയവരെ, തന്റെ ചാട്ടവാറ് കൊണ്ട് അടിച്ചവരെ, തന്നെ മുൾക്കിരീടം ചൂടിപ്പിച്ചവരെ, തന്നെ ചവിട്ടി താഴെയിട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്, ഇവരോട് ക്ഷമിക്കണമേ. അത് ആ പ്രാർത്ഥന ഒരു അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ്, സ്നേഹത്തിന്റെ പ്രാർത്ഥനയാണ്. സ്നേഹം എന്തുള്ളതാണ്? ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം നമ്മെ ശുദ്ധീകരിക്കുന്നു. വെറുക്കാനുള്ള അവകാശത്തിൽ നിന്ന് ഈ പരിശുദ്ധമായ സ്നേഹം നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് കാലത്ത് മെഡിറ്റേഷന്റെ സമയത്ത് സെബാസ്റ്റ്യൻ നമുക്ക് ഇന്ന് പറഞ്ഞു തന്ന പ്രാർത്ഥനാ മന്ത്രം അതായിരുന്നു, ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പവിത്രീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. പറഞ്ഞ ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്നേഹം കൊണ്ട്, പവിത്രമായ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ഈ വെറുക്കാനുള്ള അവകാശം ഉരുകിപ്പോകും. ഹല്ലേലൂയ. വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിച്ചതിന്റെ ഫലമായി എത്രയോ പേരാണെന്നറിയാവോ സുഖം പ്രാപിച്ചിട്ടുള്ളത്? എത്രയോ പേരാണ്, എത്രയോ രോഗങ്ങളാണ് ഈ വെറുക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുമ്പോ തന്നെ സുഖം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ അവകാശം വേണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 3:9 വായിക്കാം. 1 പത്രോസ് 3:9. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ